നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI വന്നാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ് അത്രേ CPMന്റെ ഭാവം. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, CBI വന്നാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കേരള പോലീസ് വളരെ മനോഹരമായി ദിവ്യ സ്വഭാവത്തോടുകൂടി അന്വേഷിക്കുന്നുണ്ട് ഈ കേസ്. കൂട്ടിലടച്ച തത്തയെന്ന് CBIയെ സുപ്രീം കോടതി തന്നെ വിമർശിച്ചിട്ടുണ്ട്. കൂട്ടിലടച്ച തത്ത, അതുകൊണ്ട് CBI വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് MV ഗോവിന്ദന്റെ പ്രസ്താവന. ഈ പ്രസ്താവന പുറത്തു വന്നപ്പോൾ തന്നെ സംഗതി പിടികിട്ടി. CBI വന്നു കഴിഞ്ഞാൽ CPMന് ഭയമാണ്, PP ദിവ്യയ്ക്ക് ഭയമാണ്, TV പ്രശാന്തിന് ഭയമാണ്. എന്താണ്? തങ്ങൾക്ക് പിന്നിലുള്ള വമ്പൻ സ്രാവിനെ CBI പിടികൂടും. CBI വന്നാൽ അക്കാര്യം നടക്കും. CBI വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? മഞ്ജുഷയുടെ പരാതി, അതായത് നവീൻ ബാബുവിൻ്റെ വിധവയുടെ പരാതിയിലെ ഒന്നാമത്തെ പരാമർശം, മരിച്ച ദിവസം ഒക്ടോബർ 15-ന് തൂങ്ങി നിൽക്കുന്നുവെന്ന് വിവരം ലഭിച്ച് വീട്ടുകാരോ ബന്ധുക്കളോ സ്ഥലത്തെത്തുന്നതിന് മുന്നേ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ആത്മഹത്യാക്കുറിപ്പ് മുക്കി. അവിടെയാണ് CBI വന്ന ഉടനെ ആ സംശയത്തിന് ദൂരീകരണം തേടും. എന്താണ്? ആത്മഹത്യാക്കുറിപ്പ് എവിടെ? ഇത്രയും നല്ല പേരുള്ള സർക്കാരിൻ്റെ ഗുഡ് ലിസ്റ്റിൽ, വകുപ്പിൻ്റെ ഗുഡ് ലിസ്റ്റിൽ പേരുള്ള ആദ്യത്തെ 10-12 റവന്യൂ ഉദ്യോഗസ്ഥരിൽ സ്ഥാനം പിടിച്ച അഴിമതിരഹിതനായ കളങ്കരഹിതനായ ഉദ്യോഗസ്ഥനെ ഒക്ടോബർ 14-ന് യാത്രയപ്പ് സമ്മേളനത്തിൽ വിളിക്കാതെ കടന്നു കയറി ചെന്ന് അധിക്ഷേപിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട PP ദിവ്യ എന്തിനിത് ചെയ്തു എന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരിക്കണം. തൻ്റെ ഭാഗം വിശദമാക്കിയിരിക്കണം. തൻ്റെ ഭാര്യയ്ക്കെങ്കിലും താൻ നിരപരാധിയായിരുന്നുവെന്ന് മനസ്സിലാകണം. തൻ്റെ മക്കൾ മനസ്സിലാക്കണം, താൻ നിരപരാധിയായിരുന്നു, തനിക്കേറ്റ ആത്മക്ഷതം മൂലമാണ് താൻ ഈ കടുങ്കൈ ചെയ്യുന്നത് എന്ന് അദ്ദേഹം എഴുതി വയ്ക്കുമായിരുന്നു എന്ന് വീട്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ CBI ആദ്യം തേടും ആത്മഹത്യാക്കുറിപ്പ് എവിടെ. പോലീസ് പ്രതിക്കൂട്ടിലാകും, PP ദിവ്യ പ്രതിക്കൂട്ടിലാകും. കാരണം ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് മുക്കി എന്നതിന് തെളിവുകളുണ്ട്. കാരണം അന്ന് അവിടെ എത്തിയ രാഷ്ട്രീയ നേതാക്കളെ ആരെയും തന്നെ പോലീസ് അകത്തോട്ട് കടക്കാൻ അനുവദിച്ചില്ല. വളരെ രഹസ്യമായിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഇൻക്വസ്റ്റ് നടന്നത്. പിന്നീട് പുറത്തുനിന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ പ്രതിഷേധിക്കാൻ തുടങ്ങിയപ്പോഴാണ് 1-2 പേരെ അകത്തേക്ക് കയറ്റിവിട്ടത്. അവിടെ സംശയമുണ്ട് പോലീസിനെ. CBI വന്നാൽ പോലീസ് കുടുങ്ങും, PP ദിവ്യയും കുടുങ്ങും, കണ്ണൂരിലെ CPMകാരും കുടുങ്ങും എന്നതിൽ തർക്കമില്ല. രണ്ടാമത്തെ കാര്യം, TV പ്രശാന്ത് പരിയാരം മെഡിക്കൽ കോളേജിലെ വെറും ഒരു ഇലക്ട്രീഷ്യനാണ്. അയാൾക്ക് പല കാലങ്ങളായി ശമ്പളവും പോലും ലഭിക്കുന്നില്ല. കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന അയാൾ 98,500 രൂപ കണ്ടെത്താൻ സ്വർണം പണയം വെച്ചു എന്ന് പറയുന്നു. അയാൾ അങ്ങനെ 4 കോടി രൂപയ്ക്ക് ഇതിൻ്റെ BPCLന്റെ ഭാരത് പെട്രോളിയത്തിൻ്റെ പെട്രോൾ പമ്പ് തുടങ്ങും? എങ്ങനെ ഇത്രയും വലിയ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കും? അപ്പോൾ അത് ചോദ്യമാകും. അപ്പോൾ TV പ്രശാന്തിന് പിന്നിൽ ആരോ ഉണ്ട്. ആ ബിനാമി ആരാണ്? TV പ്രശാന്തിനെ ബിനാമിയാക്കി പിന്നിൽ നിന്ന് കളിക്കുന്ന വമ്പൻ സ്രാവാരാണ്? ആ പണക്കാരൻ ആരാണ് എന്ന് അന്വേഷണം ഉണ്ടാകും. അവിടെയും CPMന് ഭയമാണ്. കാരണം എന്താണ്? അവിടെയും ആ വമ്പൻ സ്രാവിന് ഉള്ള CPM ബാന്ധവം, CPM സംസ്ഥാന നേതൃത്വവുമായും അതുപോലെ തന്നെ ഭരണസിരാ കേന്ദ്രവുമായും ബന്ധമുള്ള അയാളെ, ആ പണച്ചാക്കിനെ CBI വന്നു കഴിഞ്ഞാൽ പുറത്തു കൊണ്ടുവരും. അത് CPMന് ഭയമാണ്. അതുകൊണ്ടാണ് CBI വേണ്ട, CBI കൂട്ടിലടച്ച തത്തയാണെന്ന് CPM പറയുന്നത്. CBIയെ CPMന് ഭയമാണ്. അടുത്ത മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്ക് TV പ്രശാന്ത് നൽകിയ പരാതി, അത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതിൽ പ്രശാന്തല്ല, TV പ്രശാന്തനാണ് പേര്. പിന്നെ ഒപ്പ് ചുമ്മാ ആരോ കാട്ടിക്കൂട്ടി വരച്ചിരിക്കുകയാണ്. ഇങ്ങനെ അട്ടയൊക്കെ ഇഴഞ്ഞു പോകുന്നത് പോലെ സാധാരണ ഒരു ഒപ്പ്. പ്രശാന്തിൻ്റെ ഒപ്പ് അതല്ല. എന്നിട്ട് പ്രശാന്ത് പോലീസുകാരോട് പറഞ്ഞു, എനിക്ക് 2 ഒപ്പുണ്ടെന്ന്. ആലോചിച്ച് നോക്കുക. അത് പറയുമ്പോൾ തന്നെ അവന് തട്ടി അകത്ത് കയറ്റേണ്ടതാണ്. അകത്ത് കയറ്റി 4 പോലീസ് മുറിയിൽ 4 ചോദ്യം ചോദിച്ചാൽ അവൻ കൃത്യമായി തത്ത പറയുന്നത് പോലെ പറയുമായിരുന്നു ആരാണ് തനിക്ക് പിന്നിലെന്ന്. ഈ കത്ത് തയ്യാറാക്കി അതാരാണെന്ന് പറയുമായിരുന്നു. പക്ഷേ പോലീസ് അന്വേഷണം ആ വഴിക്കല്ല നീങ്ങുന്നത്. പ്രത്യേക അന്വേഷണ സംഘവും ആ വഴിക്കല്ല നീങ്ങുന്നത്. TV പ്രശാന്തിൻ്റെ പുറകിൽ ആരാണെന്നല്ല, PP ദിവ്യ എന്തിനാണ് ADMൽ സമ്മർദ്ദം ചെലുത്തിയതെന്ന് പറയാൻ പോലീസ് തയ്യാറല്ല. കാരണം PP ദിവ്യയ്ക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കണം ഈ പണച്ചാക്ക് എന്ന് പോലീസിന് സംശയമുണ്ട്. പക്ഷേ PP ദിവ്യ കണ്ണൂരിലെ പോലീസുകാരുടെ ഇഷ്ടക്കാരിയാണ്, ചാർച്ചക്കാരിയാണ്. അത് വളർന്നു വരുന്ന വലിയ നേതാവാണ്. പിൽക്കാലത്ത് ഒരുപക്ഷെങ്കിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വരെ ആയിത്തീരാൻ സാധ്യതയുള്ള നേതാവാണ് PP ദിവ്യ എന്ന് പോലീസുകാർ മനസ്സിലാക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് അക്കാര്യത്തിലും ഈ TV പ്രശാന്തിൻ്റെ ഒപ്പിൻ്റെ കാര്യത്തിലും കത്തിൻ്റെ കാര്യത്തിലും CBI പിടിമുറുക്കും. ഈ 3 കാര്യങ്ങൾ പോരെ മഞ്ജുഷ ഉന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കാൻ? ഈ 3 വസ്തുതകൾ അന്വേഷിച്ചാൽ മതി. കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ 3 വസ്തുതകൾ അന്വേഷിച്ച് കൊണ്ടുവരട്ടെ. എന്നിട്ട് പറയട്ടെ കേരള പോലീസ് ഇതാ വസ്തുതകൾ നിരത്തിയിരിക്കുന്നു. ഇനി ജില്ലാ കളക്ടറും PP ദിവ്യയും തമ്മിൽ നടത്തിയ രഹസ്യ സംഭാഷണങ്ങൾ, അവരുടെ സ്വകാര്യ ഫോണുകൾ, CCTV ദൃശ്യങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ഓഫീസ് പരിസരം, ക്വാർട്ടേഴ്സ് പരിസരം, മുനീശ്വരൻ ക്ഷേത്ര പരിസരം, ഇവിടെ നിന്നൊക്കെയുള്ള CCTV ദൃശ്യങ്ങൾ ഇതുവരെ പോലീസ് ശേഖരിച്ചിട്ടില്ല, സുരക്ഷിതമായി കോടതിയെ ഏൽപ്പിച്ചിട്ടില്ല.
ഇവരുടെ മൊബൈൽ ഫോണുകളുടെ ഡാറ്റ ശേഖരിച്ചിട്ടില്ല, സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ ഏൽപ്പിച്ചിട്ടില്ല. ഇതൊക്കെ ഒരു വിധവയുടെ കണ്ണീർ തൂകുന്ന ഒരു വിധവയുടെ അവകാശങ്ങളല്ലേ ഇതൊക്കെ ചോദിക്കാൻ. തൻ്റെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്, സ്റ്റേറ്റ് പോലീസിനുണ്ട്. സ്റ്റേറ്റ് പോലീസ് അത് ചെയ്തില്ലെങ്കിൽ സെൻട്രൽ ഏജൻസിയെ കൊണ്ടുവരണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടേണ്ട ബാധ്യതയും ആ വിധവയ്ക്കുണ്ട്. അവിടെയാണ് CPM-ന്റെ ഭയം തലപൊക്കി വരുന്നത്. CPM CBIയെ ഭയക്കുന്നുണ്ട് ശരിക്കും നവീൻ ബാബുവിൻ്റെ കേസിൽ.